ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് അറിയണ്ടേ. എനിക്ക് ഭയങ്കര വണ്ടിയുടെ സൗണ്ട് ഉണ്ട്, സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ പല്ലെടുത്തിരിക്കുകയാണ്, അപ്പം നല്ല പെയിൻ ഉണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതേ ഡോറയ്ക്കൊരു 2-3 ദിവസമായിട്ട് തലകറക്കം ഉണ്ടായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ മാറും. ഒരു ഉച്ചയൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേ ഇടയ്ക്ക് ഇങ്ങനെ തലകറക്കം വരും. ഭയങ്കര സൗണ്ട് വണ്ടിയുടെ, ഹോസ്പിറ്റലായതുകൊണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ സാധാരണ മാറാറുണ്ട്. ഇന്നലെയും വൈകിട്ട് ഇതുപോലെ തലകറക്കം വന്ന് മാറി. അപ്പം ഞാൻ പല്ലെടുത്തിട്ട് വന്നപ്പോൾ രാത്രിയായി. ഞാൻ വന്നപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞ് പല്ലെടുത്തിട്ട് വന്നപ്പോഴത്തേക്ക്. അപ്പം രാത്രി എന്നോട് ഇങ്ങനെ പറഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ തല കറങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ കൊടുക്കാറുള്ള ഗുളികയൊക്കെ കൊടുത്തിട്ട് കിടത്തി പുള്ളിക്കാരിയെ. അപ്പോൾ രാത്രി ഒരു 2:30-3 മണിയായപ്പോഴത്തെ ഭയങ്കര ഛർദ്ദിൽ. അന്നേരം തൊട്ട് തുടങ്ങിയ ഛർദ്ദിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ വെച്ച് നോക്കി, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നാണ് ഞാനിവിടെ വിചാരിച്ചിരുന്നത്. പക്ഷേ രാവിലെ ആയപ്പോഴത്തെ വീണ്ടും ഭയങ്കര ഛർദ്ദിലായി. അപ്പം നമ്മൾ സാധാരണ കൊണ്ടുവരാറുള്ള DKR ക്ലിനിക്കിൽ കൊണ്ടുവന്നപ്പം ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ BP ഇപ്പോൾ ഭയങ്കര ലോയാണ്, 60 BP ഭയങ്കര ലോയാണെന്ന് പറഞ്ഞു. അപ്പം BP നല്ല കുറവായതുകൊണ്ട് അതിൻ്റെ ആയിരിക്കാം ഈ തലകറക്കവും ഛർദ്ദിലും വരുന്നതെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം തലകറക്കവും ഛർദ്ദിലും വന്നത് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ഹോസ്പിറ്റലാണ്. അത് നമുക്ക് ന്യൂ ഇയർ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ആഗ്രഹിക്കില്ല പുതുവത്സരം തുടങ്ങുമ്പോൾ നല്ലതായിട്ട് തുടങ്ങാമെന്ന്. ഞങ്ങളുടെ ദിവസമാണ്, പുതുവത്സരമായിട്ടുള്ള ഞങ്ങളുടെ ദിവസമാണിത്. കുഴപ്പമില്ല, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് ഞങ്ങൾക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു, അതിന് മുമ്പായിട്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ അല്ലേ നമ്മൾ പോകേണ്ടത്, എങ്കിലല്ലേ നമ്മുടെ ജീവിതം ഇതാവത്തുള്ളൂ. പിന്നെ പലരും കമൻറ്റ് ഇടുന്നുണ്ട്, ഇങ്ങനൊരു പെണ്ണിനെ കെട്ടി എന്തിനാ, ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിയോണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നേന്ന്. എനിക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് സത്യം പറഞ്ഞാൽ ഒരു പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെത്ര ആരോഗ്യമുള്ളൊരു വ്യക്തിയെ വിവാഹം കഴിച്ചാലും നാളെ സമയത്ത് ആ വ്യക്തിക്കൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അങ്ങനെ വന്നു, അതുകൊണ്ട് ആ വ്യക്തി നമുക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? നമ്മൾ കെട്ടിയ സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നു, അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ആയത്, നമ്മളോട് ജീവിച്ചതിന് ശേഷം ഇങ്ങനെ ആയത്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അത് മറ്റുള്ളവരുടെ കണ്ണിൽ ഡോറയ്ക്ക് ചിലപ്പം കുറ്റങ്ങളും കുറവുകളും കാണുമായിരിക്കും, പക്ഷേ എൻ്റെയോ എൻ്റെ വീട്ടുകാരുടെ കണ്ണിൽ അങ്ങനെ ഒരു കുറ്റവും കുറവും ഞങ്ങളിതുവരെയും കണ്ടിട്ടില്ല. പിന്നെ ഞാനാണെങ്കിലും എൻ്റെ വീട്ടുകാരാണെങ്കിലും ഡോറയ്ക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നത് ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടിയാണ് ചെയ്യുന്നത്. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. പലർക്കും ആണെങ്കിൽ എന്നെ ജോലിക്ക് വിട്ടുള്ള വയത്തിൻ്റെ ധൃതിയാണ്. സംഗതി എനിക്ക് ജോലിയുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് നമ്മൾ കുറേ തവണ പറഞ്ഞു, പക്ഷേ ആർക്കും മനസ്സിലാവാറില്ല. കുറ്റം പറയണമെന്നുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. നമ്മളെന്തെങ്കിലും അതിന് റീസൺ ഇതാണ് എന്ന് പറഞ്ഞാലും ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടക്കുന്നൊരു വ്യക്തിയെ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകേണ്ടത്, എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മളെ സ്നേഹിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മളെ വെറുക്കുന്നവരുണ്ടെന്നുള്ളത് മനസ്സിലാവുമ്പം സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ നെഗറ്റീവ് കിട്ടുന്നൊരു കാരണം നമ്മുടെ വീഡിയോ അത്യാവശ്യം റീച്ച് ആവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അവരോട് നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഡോറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വീണ്ടും പഴയ അവസ്ഥയിലോട്ടൊന്നും പോവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം നടന്നൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും ദിവസം സന്തോഷമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, അത്യാവശ്യം കുഴപ്പമില്ലാതെ. പിന്നെ ഒരു കമൻറ്റ് കൊണ്ടു, ഡോറയ്ക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള സഹായം ചോദിച്ച് പൈസ കിട്ടിയതിന് ശേഷം ഡോറയുടെ അസുഖം പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞിട്ട്. അതിന് മുമ്പേ ഡോറയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു, നമ്മൾ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചോദിച്ചതെന്ന് വെച്ചാൽ ഡോറയ്ക്ക് ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്ത സമയത്ത് നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു, ബ്ലഡ് ടെസ്റ്റിൻ്റെ പൈസ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു, ഡോറയെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അതിനുള്ള അങ്ങനെ കൊണ്ടുപോകാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള പൈസകൾ നമുക്ക് പിന്നെ ഇല്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോറയ്ക്ക് മരുന്നും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊടുത്തൊരു 4 ദിവസം 5 ദിവസമൊക്കെ ആയപ്പോഴത്തെ ഡോറയുടെ പെയിനൊക്കെ കുറഞ്ഞായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെയിന് നല്ല മാറ്റമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റക്കായിപ്പോയി, ജോയിൻ്റൊക്കെ നേരെയായി. അപ്പോൾ ആമവാദം അസുഖം ഉള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് ആമവാദം ഉള്ള അസുഖത്തിൽ ആമവാദം അനുഭവിക്കുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ആമവാദം ഉള്ള വ്യക്തിയുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാൽ മനസ്സിലാവും
അവർക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നതെന്നും അവർക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ട് മാറുന്നതെന്നുള്ളത്. നെഗറ്റീവ് ഇടുന്നവർക്ക് പലതും പറയാൻ കുഴപ്പമില്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും. ഇപ്പം ഞങ്ങൾ പൈസ സഹായം ചോദിച്ച് ഞങ്ങൾ ആഡംബരമായിട്ട് ജീവിക്കുകയാണെന്നോ അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുകയാണെന്നോ ഞങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് വീട്ടിലേക്ക് വരാവുന്നതാണ്. അതല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾ തരാം. ഞാൻ ഇന്നലെ പറഞ്ഞു കേട്ടവരോട്, അനൂപ് കൃഷ്ണൻ ഡോക്ടറാണ് ഡോറെ ചികിത്സിക്കുന്ന കരുനാപ്പള്ളിയിൽ. പുള്ളിക്കാരൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു, സംശയമുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്താണെങ്കിലും എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ വീഡിയോയിൽ ഇടാറുണ്ട്. നമ്മൾ എത്ര രൂപ കിട്ടിയെന്നും പൈസ ഇനി ഇടണ്ടെന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടു. ഞങ്ങൾക്കാണെങ്കിൽ പൈസ വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ ആ പൈസ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനി ആരും ഇടല്ലേ എന്ന് പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇട്ടോ പൈസ ഇട്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഞങ്ങൾക്ക് ചികിത്സയ്ക്കുള്ള പൈസ ആയപ്പോൾ, ചികിത്സയ്ക്ക് ഇനിയും പൈസ വേണം. നിങ്ങൾ തന്ന പൈസ കൊണ്ട് ആകില്ല ഒരിക്കലും, അതെനിക്കും അറിയാം. കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ല, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കണം, കുഞ്ഞിനെയും കൊണ്ടും പോകണം. ഹോസ്പിറ്റലിൽ ഒരാളെയും കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടുപേരെയും കൊണ്ട് നടക്കുമ്പോഴുള്ള അവസ്ഥ, അത് ആ അവസ്ഥ വരുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് നിങ്ങളോട് സഹായം ചോദിച്ചത്. പക്ഷേ അതിൻ്റെ പേരിൽ പറഞ്ഞ് എന്തെല്ലാം ആക്ഷേപം പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന്. ജോലിക്ക് പോകുന്ന എത്രയോ പേര് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നില്ലേ. അപ്പോൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ അതിനെന്താണ് ആ ഒരു സ്പിരിറ്റിൽ കാണുന്നുള്ളൂ. അതിപ്പോൾ അങ്ങനെ ഇതാവാനൊന്നും പോകുന്നില്ല. പിന്നെ നമ്മളിപ്പോഴും വീഡിയോ ഇടുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും വീഡിയോ ഇടുന്നത്. ആഗ്രഹമില്ലാത്തവർ, നമ്മളെ വെറുക്കുന്നവർ, നമ്മളെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പോയിക്കുക. അതെപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഡോറ പെട്ടെന്ന് റിക്കവറായി വരാൻ വേണ്ടിയിട്ട്. BP കുറഞ്ഞാണെന്നാണ് പറഞ്ഞത്. എനിക്ക് പേടിയെന്ന് വെച്ചാൽ നേരത്തെയും ഇതുപോലെ BP കുറഞ്ഞിട്ടായിരുന്നു പിന്നെ പെട്ടെന്ന് നടക്കാനൊന്നും പറ്റാതായത്. അപ്പം ആ ഒരവസ്ഥയിലോട്ടൊന്നും പോകല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.